ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൊല്ലാട വാർഡ് ഗ്രാമസഭയും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ വി.ഡി. സതീശൻ സർക്കാർ അവതരിപ്പിച്ച കന്നി ബജറ്റിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന് സമാനതകളില്ലാത്ത ഒരുപക്ഷെ ഐക്യകേരളം രൂപപ്പെട്ട അന്നു മുതൽ ഇന്ന് വരെ എടുത്ത് പരിശോധിച്ചാൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന് നാളെ ഇതുവരെ കിട്ടാത്ത വലിയ പദ്ധതികളാണ് നമുക്ക് ഇപ്രാവശ്യം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലോട് കടന്നു വന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെല്ലാം വാർത്തകളിലും പത്രങ്ങളിലൊക്കെ കണ്ട് മനസ്സിലാക്കിയതാണ്. വളരെ കാലങ്ങളായിട്ട് ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം ടൂറിസം മേഖലയിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചെറുപുഴ തേജസ്വിനി പുഴയോടും അതുപോലെ ഏറ്റവും മനോഹരമായ ചെറുപുഴ പഞ്ചായത്തിലെ മറ്റ് പ്രദേശങ്ങളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ടൂറിസം പദ്ധതി വികസിപ്പിക്കാൻ വേണ്ടി 5 കോടി രൂപയാണ് കന്നി ബജറ്റിൽ നമുക്ക് ടോക്കൺ പദ്ധതിയായിട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തേജസ്വിനി പുഴയുടെ ഈ കരകളും കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ 3 കോടി രൂപയും നമുക്ക് ഈ ബജറ്റിൽ വകയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വിവിധങ്ങളായ റോഡിന് വേണ്ടിയുള്ള പദ്ധതികൾ ചെറുപുഴ കായിക മേഖലയിൽ 50 ലക്ഷം രൂപയോളം നമുക്ക് സ്റ്റേഡിയത്തിൽ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ജമീല പ്രതിദാനം ചെയ്യുന്ന പൊളിക്കോൺ ടൗൺ കേന്ദ്രീകരിച്ച് ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് 50 ലക്ഷം രൂപയും അതെല്ലാം ഈ ബജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ ഈ പഞ്ചായത്തിന് വരുന്ന ആളുകളിൽ വലിയ സാധ്യതകളുള്ള അവസരങ്ങളുള്ള പഞ്ചായത്തായിട്ട് മാറുകയാണ്. വാർഡ് മെമ്പർ മാനുവൽ മാപ്പിളപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ എ. ദേവാനന്ദൻ, മെറിൻ ജോബി, എൽവിൻ എബ്രഹാം തോമസ്, കെ. അശ്വതി, ഏഞ്ചൽ റോസ്, മാളവിക എസ്. നായർ, ഫെബിൻ ഡൈജു എന്നിവരെ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഷ്മ വി. രാജു, പഞ്ചായത്ത് മെമ്പർ ജമീല കോളേജ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ്. അശ്വതി, ആന്റണി പുത്തൻപുരയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്കറിയാം, ഗ്രാമസഭ എന്നത് നമ്മുടെ വാർഡിലെ വികസനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നിവിടെ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും കൂടി ചേർന്നാൽ മാത്രമേ നമ്മുടെ വാർഡിലെ, അതായത് പഞ്ചായത്തിലേക്ക് വികസനം സാധ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികളെ കുറിച്ചെല്ലാം ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സംസാരിച്ചു കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് നേരിട്ട് അല്ല പദ്ധതികൾ നടപ്പിലാക്കുന്നത്, പഞ്ചായത്തുമായി ചേർന്ന് സംയുക്തമായിട്ടാണ് നടപ്പിലാക്കുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 7ഓളം പഞ്ചായത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകി പഞ്ചായത്ത് മുഖേനയാണ് നമ്മൾ വാർഡിൽ വികസനം നടത്തി വരുന്നത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓരോ പഞ്ചായത്തിലേക്കുമായിട്ട് റോഡിന് 10 ലക്ഷം രൂപയാണ് ഒരു പഞ്ചായത്തിന് നൽകുന്നത്. അപ്പോൾ ആ ഭരണസമിതി തീരുമാനപ്രകാരമാണ് ആ റോഡ് നമ്മൾ ഏത് വാർഡിലേക്കാണ് നൽകേണ്ടത് എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നത്. അപ്പോൾ നേരിട്ടുള്ള പ്രവർത്തനമല്ല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെത് എന്ന് ഞാൻ അറിയിക്കുകയാണ്. 130-140 രൂപയുടെ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ മഹാമേള സക്സസ് കോട്ടൺ ബസാർ ചെറുപുഴ. ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനും ആവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരം ചെറുപുഴയിൽ നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. 130-140 രൂപയുടെ മികച്ച ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ മറ്റെങ്ങും കിട്ടാത്ത വിലക്കുറവിൽ സ്വന്തമാക്കാം. ഷർട്ടുകൾ, ഫ്രോക്ക്, നൈറ്റ് പാന്റുകൾ, ടോപ്പുകൾ, ലെഗിൻസ്, ജീൻസുകൾ, കുട്ടികളുടെ ഉടുപ്പുകൾ, ന്യൂ ബോൺ ബേബി സെറ്റുകൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത കളക്ഷനുമായി വിലക്കുറവിന്റെ വസ്ത്രമേള സക്സസ് കോട്ടൺ ബസാർ, ഓപ്പോസിറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്,